ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഈദ് വ്ളോഗായിട്ടാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. ഗൈസ്, ലേറ്റായിട്ടോ എഴുന്നേക്കാനായിട്ട് 6 മണിയായി. പൊതുവേ പെരുന്നാളാകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാരണം 4 മണി 5 മണിക്കൊക്കെ എഴുന്നേക്കുന്നതായിരുന്നു. പക്ഷേ ഇന്നലെ മെഹന്തിയൊക്കെ ഇട്ടുകൊണ്ട് നിന്നിട്ട് താമസിച്ചു പോയി. 1:30 ആയിട്ടോ, നല്ല താമസിച്ചാണ് കിടന്നത്. അതിൽ കൂടുന്നേ ഉള്ളൂ. ഇതാണ് കേട്ടോ മെഹന്തി ഇട്ടത്, മൈലാഞ്ചി ഇട്ടത്. ആമിനത്താത്തയായിട്ടോ ഇട്ടത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സിമ്പിൾ ഡിസൈൻ. ഇതല്ല, മറ്റേത് സിമ്പിൾ ഡിസൈൻ ആയിരുന്നു. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യതാ. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഈദിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ. ഇല മൈലാഞ്ചി ഉണ്ടായിരുന്നു, പിന്നെ 2 സാധാ മൈലാഞ്ചിയും, പിന്നെ ബിഗ് ബി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഈ ഡിസൈൻ നല്ല രസമല്ലേ? നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം മൈലാഞ്ചി ഇട്ടത് എങ്ങനെയുണ്ടെന്ന്. എനിക്ക് ഈ ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സിമ്പിളായിരുന്നു. ഇത് ബിഗ് ബി വെച്ചാട്ടോ ഇട്ടത്. മറ്റേ കയ്യിൽ സാധാ മൈലാഞ്ചി ഇട്ടു, വിരലുകളിൽ ഇല മൈലാഞ്ചി ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓടിപ്പോയി നിസ്കരിച്ചിട്ട് വന്നു, സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട്. ഞാൻ കുളിച്ച് ഫ്രഷൊക്കെ ആയി പിന്നെ പോയി നിസ്കരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അതിന് ഒരുങ്ങണമെങ്കിൽ പോയി ഫുഡ് കഴിക്കണം. അപ്പോൾ നമുക്ക് പോയി ഫുഡ് കഴിക്കാം. നല്ല ചൂട് പറന്ന അപ്പവും ചിക്കൻ കറി, ബീഫ് കറി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിള്ളേർ സെറ്റെല്ലാം ചിക്കൻ കറിയിലേ കയറി പിടിക്കത്തുള്ളൂ, കാര്യം നമുക്കത്ര ബീഫൊന്നും ഇഷ്ടമല്ല. പിന്നെ നമ്മൾ ഫോട്ടോ സെക്ഷനിലോട്ട് പോയിട്ടോ. ഇത് അവന്മാർ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പേ എടുത്തതാണ്. സെയ്തലേ വിളിച്ചേട്ടോ, അവൻ വന്നില്ല, നാണം കുടിഞ്ഞാണ് കേട്ടോ. അൽത്താഫിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളിട്ട മൈലാഞ്ചി. നല്ല രസമല്ലേ? എൻ്റെ അത് നോക്കേണ്ട കാര്യം ഞാൻ കുളമാക്കിയതാട്ടോ. എല്ലാം ഉമ്മാടെ നോക്കിയാൽ മതി. നോക്കും, ഉമ്മാടെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് ആമിത്താത്തി ഇട്ടെന്ന് കേട്ടോ, നല്ല രസത്തിൽ ഇട്ടെന്നു. പിന്നെ ഇത് ഞാൻ നിസ്കരിക്കാൻ പോകാൻ നേരം എടുത്ത ഫോട്ടോ ആണ്. ഞാൻ വീടൂല, എല്ലാം ഫോട്ടോ എടുക്കും. പിന്നെ ഇത് വീട്ടിൽ ഇട്ടുകൊണ്ടുന്ന ഡ്രസ്സിലെടുത്ത ഫോട്ടോസാണ് കേട്ടോ ഇതൊക്കെ. അതിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന റോസാപ്പ് ഉണ്ടോ, നല്ല രസമുണ്ട്. ഇന്ന് പതിവില്ലാതെ റോസാപ്പ് എല്ലാം കിളിച്ചു, കുഞ്ഞ് റോസാപ്പൊക്കെ കിളിച്ചു കേട്ടോ. പിന്നെ ഇത് ഞാനും ഉമ്മായും മാമിയും താത്തിയുള്ള ഫോട്ടോ ആണ്. പിന്നെ ഇത് ഉമ്മാമ്മായിട്ടുള്ള ഫോട്ടോ ആണ്. പിന്നെ ഉപ്പാപ്പായിട്ടുള്ള ഫോട്ടോ ഉണ്ട്. പിന്നെ ഞാനും ഉമ്മായും മാത്രം എടുത്ത ഫോട്ടോ ഉണ്ട്. പിന്നെ ഞാൻ സിംഗിൾ ഫോട്ടോസ് എടുത്തു കേട്ടോ, അതുകൊണ്ട്. സെയ്തലിയെടുത്ത് ഞാൻ വിളിച്ചിട്ട് വരാത്ത കേട്ടോ. പിന്നെ നിങ്ങളൊന്നും വിചാരിക്കില്ല അവനെ കൂട്ടാത്തതാണെന്ന്. അവനെ കുറേ വിളിച്ചു, അവൻ ഭയങ്കര ബിസിയിലായിരുന്നു. വാച്ചിൻ്റെ കുറേ ഇതിൽ നിൽക്കുമായിരുന്നു. പിന്നെ ഫാമിലി ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ ഇത്. പിന്നെ ഇതാണ് കേട്ടോ ഫാമിലി ഫോട്ടോ. എങ്ങനെയൊരു ഭംഗിയില്ലേ? എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഫോട്ടോയ്ക്കും മെഹന്തിയിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കാനായിട്ട് പോയി. നല്ല ചിക്കൻ ബിരിയാണിയും സലാഡും പപ്പടം ആയിരുന്നു കേട്ടോ നമ്മളെ ഫുഡ്. ഫസ്റ്റ് തന്നെ മാമായും സെയ്തു അൽത്തുവും നപ്പുച്ചായും അവരെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് കയറി. പിന്നെ ഞാൻ ഉമ്മടുത്ത് പറഞ്ഞത് ദമ്മ് പൊട്ടിക്കുന്ന മുമ്പ് എന്നെ വിളിക്കണമെന്ന്. പക്ഷേ ഞാൻ ഫോണിൽ കുത്തിക്കൊണ്ട് നിന്നുകൊണ്ട് ഉമ്മ വിളിച്ചിട്ട് വരാൻ പറ്റിയില്ല, പൊട്ടിച്ചിട്ട് വന്നത്. എന്തായാലും നമുക്ക് വീഡിയോ കിട്ടിയാൽ പോരെ, അത് കിട്ടിയിട്ടുണ്ട് എന്തായാലും. പിന്നെ ഞങ്ങൾ നേരെ ഉമ്മയുടെ വീട്ടിലോട്ട് പോയട്ടോ. ഞങ്ങൾ എന്തായാലും ഇവിടെ സ്റ്റേ ആണ്, നാളെ പോകത്തുള്ളൂ കേട്ടോ. ആ കുഞ്ഞാടെ മോളൊന്ന് ഹന്നൂസ്, നല്ല രസമില്ലേ? ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ, മാഷല്ലാ. ഞങ്ങളിപ്പോൾ വന്നേ ഉള്ളൂ, വന്നപ്പോഴേ ഹന്നൂസിൻ്റെ അടുത്ത് ഓടി കേട്ടോ. ഇതാണ് ഞാൻ ഷോപ്പിംഗ് വീഡിയോയിൽ പറഞ്ഞത്, ഡ്രസ്സ് എടുക്കാൻ പോണ ഹന്നൂസിൽ നിന്ന്. ഈ ക്യൂട്ടിയൊക്കെയാണ് ഞാൻ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയത്. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫാമിലി ഫോട്ടോസ് എടുത്തു, പക്ഷേ അത് ഈ ഫോണിലല്ലായിരുന്നു, അതുകൊണ്ട് ഇതിലും അത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ. ഇതിൽ ഞാൻ ഉൾപ്പെടുത്തില്ല. അതേപോലെ സെയിം ആയിരുന്നു, ഇവിടെ ഫോട്ടോസ് എടുക്കും. പിന്നെ കുഞ്ഞായും ഹന്നൂസൊക്കെ പോയി. പിന്നെ ഞങ്ങളൊരു പെപ്സിയൊക്കെ കുടിച്ചു. പിന്നെ എല്ലാം കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറി. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സ്റ്റേ ആണെന്ന്, നാളെ പോകത്തുള്ളൂ. അപ്പം എല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഇപ്പോഴാണത് ആശ്വാസമായത്. അപ്പം എൻ്റെ ആയാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.